വായിക്കാം. ഇപ്പോൾ വായിച്ചത് യെശയ്യാവ് 5:1-2 7-ാമത്തെ വാക്യം കൂടി വായിക്കും. വേഴ്സ് 7. ദൈവജനത്തെ പല കാര്യങ്ങളോട് താരതമ്യപ്പെടുത്തി ബൈബിളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ, ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടമാണ് സഭ, ക്രിസ്തുവിൻ്റെ കൃഷിയാണ് സഭ. അതൊരു വാക്കാണ് വായിച്ചത്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത്, ഇസ്രായേൽ എനിക്കൊരു മുന്തിരിത്തോട്ടമാണ്, ഞാൻ ആ തോട്ടത്തിലെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ദൈവം പറയുക എല്ലാം ചെയ്തു. കല്ല് പെറുക്കി മാറ്റി, വേലി കെട്ടി, നല്ല മുന്തിരി കൊണ്ട് അവിടെ നട്ടു, ചക്ക കുഴിച്ചിട്ടു. ചക്ക എന്ന് പറഞ്ഞാൽ വൈൻ പ്രസ്. മുന്തിരി കുല അറുത്ത് അതിൻ്റെ ചാറെടുക്കാനായിട്ട് വൈൻ പ്രസ് ചക്ക ഉണ്ടാക്കി വെച്ചു. ശത്രു വരുന്നുണ്ടോ നോക്കാനായിട്ട് വലിയൊരു ഗോപുരമുണ്ടാക്കി കാവൽക്കാരൻ വെച്ചു. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ചെയ്തത് ദൈവമാണ്. അതിന് ഫലമുണ്ടായി. പക്ഷെ ഫലമുണ്ടായത് എന്തുവാ? കാട്ടുമുന്തിരിയാണ്. അതെങ്ങനെ സംഭവിക്കും? സംഭവിച്ചു എന്ന് അവിടെ പറഞ്ഞേക്കുന്നേ. ദൈവം തന്നെ ചെയ്തിട്ടും, ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ഉണ്ടായ ഫലം കാട്ടുമുന്തിരിയാണ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിപ്പാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായിട്ട് തീരണം. ഇതെന്താ സംഭവിച്ചത് നമുക്ക് നോക്കാനായിട്ട് കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. അവിടെ കർത്താവ് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് അല്പം കൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 1. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു, നിങ്ങൾ കൊമ്പുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തെ വാക്യം വേഴ്സ് 5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. അപ്പോൾ ഇവിടെ നമുക്ക് മുൻപ് വായിച്ച വാക്യത്തിൽ നിന്ന് ഇവിടെയാണ് വിശദീകരണം. കർത്താവ് പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. നമുക്കറിയാം മുന്തിരിവള്ളിയാണ് താഴെ വേരൂന്നി നിന്നിട്ട് അതിലൂടെ ഫലം വലിച്ചെടുക്കുന്നത്, അതിലൂടെ പോഷണം വലിച്ചെടുക്കുന്നത്. ആ മുന്തിരിവള്ളിയിലാണ് ഓരോ ബ്രാഞ്ചസ് കൊമ്പുകളായിട്ട് നമ്മളായിരിക്കുന്നത്. ക്രിസ്തുവാണ് സാക്ഷാൽ മുന്തിരിവള്ളി. അതിങ്ങനെ മുകളിലേക്ക് വരും. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കൊമ്പുകളുണ്ട്. ആ കൊമ്പുകളാണ് നാം ഓരോരുത്തരും. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് എന്നെ തൻ്റെ വള്ളിയോട് ചേർത്ത് വെച്ചു, എന്നെ ഒരു കൊമ്പാക്കി, നിങ്ങളെ ഒരു കൊമ്പാക്കി. നമ്മളെല്ലാവരും അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന കൊമ്പുകളാണ്. വള്ളിയിലല്ല ഫലം ഉണ്ടാകുന്നത്, പിന്നെ എവിടെയാ? കൊമ്പിലാ. വള്ളിയിൽ നിന്ന് ആവശ്യമുള്ള പോഷണം വലിച്ചെടുത്ത് കൊമ്പുകൾ ബലപ്പെട്ടിട്ട് കൊമ്പുകളിലാണ് മുന്തിരിക്കൊല ഉണ്ടാകുന്നത്. ആ മുന്തിരിക്കൊലയാണ് യജമാനൻ അറുത്തെടുത്ത് ഉപയോഗിക്കുന്നതും സന്തോഷിക്കുന്നതും. അവിടെയാണ് കാട്ടുമുന്തിരി കായ്ച്ചു എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നോക്കി, അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. കണ്ടല്ലോ, എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. 6-ാമത്തെ വാക്യം, എന്നിൽ വസിക്കാത്ത കൊമ്പ്. 2 എന്നിൽ കായ്ക്കാത്ത കൊമ്പ് എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ച, വിശ്വാസി കർത്താവില, കൊമ്പ് കർത്താവില, കൊമ്പ് വള്ളിയില. കായ്ക്കുന്നോ കായ്ക്കുന്നില്ല എന്നുള്ളതല്ല, വള്ളിയിൽ തന്നെ കൊമ്പിരിക്കുന്നത്. പക്ഷെ 6-ാം വാക്യം വായിച്ച അങ്ങനെയല്ല, എന്നിൽ വസിക്കാത്തവനാണ്. ദോസ് ആർ നോട്ട് അബൈഡിങ് ഇൻ മീ. എന്നിൽ വസിക്കാത്തതെന്ന് പറഞ്ഞാൽ അവന് വള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങോട്ട് വന്ന് ചേർന്നിട്ടില്ല. അത് അവിശ്വാസിയാണ്, രക്ഷിക്കപ്പെടാത്തവനാണ്. രക്ഷിക്കപ്പെടാത്തവൻ ക്രിസ്തു എന്ന മുന്തിരിവള്ളിയുടെ കമ്പല്ല. രക്ഷിക്കപ്പെടുമ്പോഴാണ് കർത്താവ് നമ്മളെ കമ്പായിട്ട്, ബ്രാഞ്ചായിട്ട് അവിടെ ചേർക്കുന്നത്, കൊമ്പായിട്ട് അവിടെ ചേർക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ രക്ഷിക്കപ്പെട്ട എല്ലാവരും ആ വള്ളിയുടെ ഓരോ ബ്രാഞ്ചസാ, കൊമ്പുകളാ. രക്ഷിക്കപ്പെടാത്തവൻ അവനിൽ വസിക്കുന്നില്ല. ഇനി ആദ്യം 6-ാം വാക്യം നോക്കിക്കേ. 6-ാം വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ പറയാം. ആദ്യം വായിച്ച് 6-ാം വാക്യം, എന്നിൽ വസിക്കാത്തവനെ പുറത്ത് കളഞ്ഞിട്ട് ഉണങ്ങിപ്പോകും, ചുട്ടുകളയും. അപ്പോൾ എന്നിൽ വസിക്കാത്തവനെ ചുട്ടുകളയുക. ആ പറഞ്ഞതിൻ്റെ ആശയം, രക്ഷിക്കപ്പെടാത്തവര് കർത്താവിൽ വസിക്കുന്നവരല്ല. രക്ഷിക്കപ്പെടാത്തവര് കർത്താവിൽ വസിക്കുന്നവരല്ല. അവനെ ചുട്ടുകളയുന്ന ഒരു ദിവസമുണ്ട്.
അതിനാണ് നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ വായിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. തീപ്പൊയ്ക എന്ന് പറയുന്നത് നരകത്തിന്റെ മറ്റൊരു പേരാ. അവിടെ ചെന്നാൽ മരണവുമില്ല, നിത്യമായ വേദനയും കഷ്ടം അനുഭവിച്ച് കഴിയുന്നു. അതിന് പറയുന്ന പേരാണ്, മറ്റൊരു അലങ്കാരിക പദപ്രയോഗമാണ് ചുട്ടുകളയുക എന്നുള്ളത്. അപ്പൊ ചുട്ടുകളയുന്ന ആരെയാ? വസിക്കാത്തവരെയാ. വസിക്കാത്ത ആരാ? കർത്താവുമായിട്ട് ബന്ധമില്ല, അടുത്ത് വന്നില്ല. കർത്താവുമായിട്ട് ബന്ധപ്പെടുന്നവനാണ് വിശ്വാസി, അവന് തന്നിൽ വസിക്കുന്നവനാ. അപ്പൊ 6ാമത്തെ വാക്യത്തിന്റെ വിശദീകരണം, ചുട്ടുകളയുക എന്ന് പറഞ്ഞാൽ അവിശ്വാസിയെ നാശത്തിലേക്ക് തള്ളിയിടുന്ന കാര്യത്തെക്കുറിച്ചാണ്. അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അതുമായിട്ട് ബന്ധമില്ല. 2ാം വാക്യത്തിലേക്ക് വരാം. വേഴ്സ് 2, 2ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. 2ാം വാക്യം കുറച്ച് പേര് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയും. ഈ വാക്യം അങ്ങനെ തന്നെ വായിക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം. കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയുമോ? രക്ഷിക്കപ്പെട്ടവനെ കർത്താവ് തന്നോട് ചേർത്ത് വെച്ചു. ആ വള്ളിയുടെ ഒരു ഭാഗമായി വള്ളിയിൽ നിന്നുള്ള പോഷണങ്ങൾ വലിച്ചെടുത്ത്, വചനം വലിച്ചെടുത്ത്, പ്രാർത്ഥിച്ച്, കർത്താവിൽ ശക്തി പ്രാപിച്ച്, ബലപ്പെട്ട് വിശ്വാസി ഫലം പുറപ്പെടുവിക്കേണ്ടവനാ. ആ വിശ്വാസി ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നീക്കിക്കളയും എന്ന് പറഞ്ഞേക്കുന്ന മലയാള വാക്കിന് ഒരല്പ വ്യത്യാസമുണ്ട്. ശരിയായ ഭാഷയിൽ, അതിൽ ഒറിജിനൽ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊക്കിക്കെട്ടുക എന്നാ. പൊക്കിക്കെട്ടുക, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വിശദീകരണം. ഞാനത് പറയാം എന്താ അതിൻ്റെ ആശയമെന്ന്. ഈ മുന്തിരിവള്ളി ഇങ്ങനെ താഴെ നിൽക്കുന്ന മുന്തിരിവള്ളി, അതിൻ്റെ വേര് താഴെയാണ്. വള്ളി ഇങ്ങനെ വന്നിട്ട് അതിന് ഓരോ ബ്രാഞ്ച്, ഓരോ കൊമ്പുകൾ വിശ്വാസികളാണ്. ആ കൊമ്പുകൾ ഒരു ലെവലിൽ ഇങ്ങനെ നിർത്തിയിരിക്കുക. വേലി കെട്ടി, ഈ മുന്തിരിവള്ളി കണ്ടിട്ടുള്ളവർക്കറിയാം, അതിന് പടപ്പൊക്കെ ഇട്ട് അതൊരു ലെവലിൽ നിർത്തിയിരിക്കുക. ആ ലെവലിന് താഴേക്ക് കൊമ്പുകൾക്ക് വരുവാൻ അനുവാദമില്ല. ആ ലെവലിൽ നിന്നിട്ട് ആ ലെവലിൽ നിൽക്കുമ്പോൾ വേണം ആ കൊമ്പുകളിൽ മുന്തിരി കുലകൾ ഉണ്ടാകുവാനായിട്ട്. എന്നാൽ ചില മുന്തിരി കൊമ്പുകൾ സാഹചര്യം അനുസരിച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഭാരം വരികയോ ഇലകൾ ധാരാളമായിട്ട് വീഴുകയോ എന്തെങ്കിലും ചെയ്താൽ ഒരുപക്ഷെ ആ കൊമ്പ് താഴേക്ക് ചാഞ്ഞ് 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 വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അധികം ചാഞ്ഞു വന്നാൽ ഈ കൊമ്പ് എവിടെ വരെ വരും? മണ്ണിൽ വരെ വരും. കൊമ്പിന് മണ്ണിൽ മുട്ടുവാൻ അനുവാദമില്ല. കൊമ്പ് മണ്ണുമായിട്ട് ബന്ധപ്പെടുവാൻ ഒരു കൃഷിക്കാരൻ ആഗ്രഹിക്കുന്നില്ല. കൊമ്പ് എപ്പോഴും വള്ളിയോട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും തൻ്റെ പുത്രനോട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കണം. പുത്രനിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ നന്മ, പുത്രനിൽ നിന്ന് ലഭിക്കുന്ന പ്രബോധനം, അത് പ്രാപിച്ച് അത് ബലപ്പെട്ട് വേണം നാം ഫലം പുറപ്പെടുവിക്കുവാൻ. ഒരു കാരണവശാലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ ഇലയോ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ മേളിൽ വന്ന് വീടുന്നെന്ന് പറഞ്ഞ് ആ ഭാരം കൊണ്ടൊന്നും ഈ കമ്പിനെ താഴേക്ക് വന്ന് മുട്ടാൻ അനുവാദമില്ല. നമുക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. പ്രതികൂലമായ സാഹചര്യമാണ്, പ്രശ്നമാണ്, കഷ്ടമാണ്, സന്തോഷമില്ല, പലരും എന്നെ തള്ളിക്കളയുന്നു, എന്നോട് ഇടപെടുന്നില്ല, പല കാര്യം പറയാൻ കാണും. ഒരു കാര്യവും നമുക്ക് പുത്രന്റെ ബന്ധത്തിൽ നിന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങേറ്റത്തെ കമ്പിന്റെ ഈ ഭാഗം താഴേക്ക് വരുവാൻ, ഭൂമി മുട്ടാൻ നമുക്ക് അനുവാദമില്ല. എന്തേ ഭൂമി മുട്ടുക എന്ന് പറഞ്ഞ ആശയം? എന്നിട്ട് വാക്കുകൾ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ യാക്കോബ് വളരെ കർശനമായിട്ട് പറയുന്നൊരു വാക്കുണ്ട് വിശ്വാസികളോട്, അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന്. നോക്കിക്കേ എന്താ അതിന്റെ അർത്ഥം. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 4. വ്യഭിചാരമുള്ളവരെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഈ മണ്ണെന്ന് പറയുന്നത് ലോകമാണ്. നമുക്ക് ഈ ലോകത്തോടെ ഇടപഴകി ജീവിക്കാനുള്ള അനുവാദമില്ല. ലോകത്തിൽ വേണം നാം ജീവിക്കാനായിട്ട്. ലോകത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് വല്ലാത്തൊരു ചിത്രമാണ്, നമ്മളെ ഭാരപ്പെടുത്തുന്നതാണ്. നാം ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചു വേണം ഫലം പുറപ്പെടുവിക്കുവാൻ. ഒരു സാഹചര്യവും നമ്മളെ പതുക്കെ പതുക്കെ താഴ്ത്തി മണ്ണിലേക്ക്, ലോകത്തിലേക്ക് വരല്ലേ. ലോക സ്നേഹം ദൈവത്തോട് ശത്രുതയാണ്. ഒരു വാക്കുകൾ നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം. അവിടെ പൗലോസ് വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്ക പറയുന്നത്. അത് ലോകം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർ 3:1. കൊലോസ്യർ 3:1.
ആ ആ ആ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ തന്നെ അന്വേഷിക്കണം. മനസ്സിലായോ? വിശ്വാസികൾ ഈ ലോകത്തിലേക്ക് ഇഴുകിച്ചേരരുത്. വിശ്വാസികൾ ഭൂമിയിലുള്ളത് മാത്രം അന്വേഷിക്കരുത്. അപ്പൊ ഈ ഭൂമി ലോകം എന്ന് പറയാൻ കാരണം, ഈ കൊമ്പ് അറിഞ്ഞോ അറിയാതെയോ ക്രമേണ ക്രമേണ താഴേക്ക് വന്ന് ഈ മണ്ണിൽ മുട്ടുന്നു. അങ്ങനെ മുട്ടരുത്. ഈ ലോകത്ത് നമ്മൾ ബന്ധപ്പെട്ട് പോകരുത്. ഈ ഭൂമി എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കരുത്. ഭൂമി നമുക്ക് ആവശ്യമാണ്, ലോകം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അത് നമ്മളെ കവർന്നു കളയാൻ പാടില്ല. എന്താ സംഭവിക്കുന്നറിയാമോ? ശ്രദ്ധിച്ചോണ്ട് ഞാൻ പറയുന്നത്, ഈ ക്രിസ്തുവാകുന്ന കൊമ്പിനോട് മാത്രം ചേർന്നിരുന്ന് അവനിൽ നിന്ന് പ്രാപിച്ച് ബലപ്പെട്ട് ഫലം പുറപ്പെടുവിക്കേണ്ട ഈ കൊമ്പുകൾ ക്രമേണ താഴേക്ക് വരുമ്പോൾ, അവൻ താഴെ ചെന്ന് മുട്ടി അല്പ ദിവസം കഴിയുമ്പോൾ ആ കൊമ്പിന് സംഭവിക്കുന്നത്, ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വേരിറങ്ങും. പറഞ്ഞ മനസ്സിലായോ? ആ കൊമ്പ് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വേരിറങ്ങും. ഇവിടെയും ഉണ്ടൊരു വേര്. എവിടെ? ഈ വള്ളിയുടെ അറ്റത്തുകൊണ്ട് ഒരു വേര്. സാക്ഷാൽ ക്രിസ്തു എന്ന വേര് ഇപ്പുറത്തുണ്ട്. ആ ബന്ധമുണ്ട്. അപ്പോൾ തന്നെ വേറെ ഏത് ബന്ധമുണ്ട്? ലോകത്തിന്റെ ബന്ധം. ഇന്ന് വിശ്വാസികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതികഠിനമായ കാര്യമാണിത്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഈ ബന്ധം വളരെ ശക്തമായ ബന്ധമാണ്. ഈ വേര് വളരെ ശക്തമായ വേരാ. ക്രിസ്തുവിൽ വേരൂന്നി വളരുക. അവന്റെ പക്കൽ ഇല്ലാത്തതൊന്നുമില്ല, ഒന്നുമില്ല. സ്വന്തം പുത്രനെ ആദരിയാതെ ഏൽപ്പിച്ചെന്ന പിതാവ് അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? നൽകും. ഒരു പാട്ടുകാരൻ പാടി, പിതാവിനെ തന്നവൻ അവനോടുകൂടെ സകലവും തരും, ഒന്നിനും വേറെങ്ങും പോകണ്ട, തന്നെ എടുക്കാൻ മാത്രം വന്നേച്ചാൽ മതി. വിശ്വാസികൾക്ക് ഭൂമി ജീവിപ്പാൻ ആവശ്യമുണ്ട്, ലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമുണ്ട്, യാത്ര ചെയ്യാൻ ആവശ്യമുണ്ട്. അതൊന്നും തെറ്റുള്ള കാര്യമല്ല. പക്ഷേ ലോകം നമ്മളെ ഭരിക്കരുത്. നാം ലോകത്തിൽ ഇഴുകിച്ചേർന്ന് പോകാൻ പാടില്ല. അങ്ങനെ ആയാൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വേര് ലോകത്തിലാകും, നമ്മുടെ വേര്. അങ്ങനെയെങ്കിൽ അവിടുന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. ലോകത്തിൻ്റെ പോഷണവും നമുക്ക് കിട്ടും, കർത്താവിൻ്റെ പോഷണവും നമുക്ക് കിട്ടും. ലോകത്തിൻ്റെ പോഷണം എന്ന് പറയുന്നത് കുറച്ച് രസകരമായതാണ്. ബൈബിൾ വായിക്കാനാണ് രസം, മാസിക വായിക്കാനാണ് രസം. ബൈബിളിലെ പ്രസംഗം കേൾക്കാനാണ് രസം, അത് യൂട്യൂബിൽ വേറെ എന്തെങ്കിലും കേൾക്കാനാണ് രസം. രസകരമായത് വേറെ ഒത്തിരി ഉണ്ട്. അതാ ലോകം എന്ന് പറയുന്നത്. ഇത് വായിച്ചാൽ അത്ര രസമുള്ള കാര്യമല്ല. പക്ഷെ ഇത് ജീവിതത്തെ ബലപ്പെടുത്തുന്നതാ, ഫലമുണ്ടാക്കുന്നതാ, നല്ല ഫലമുണ്ടാക്കുന്നതാ, യജമാനും സന്തോഷം ഉണ്ടാക്കുന്നതാ. പക്ഷെ നാം അറിഞ്ഞോ അറിയാതെയോ ക്രമേണ ലോകത്തിലേക്ക് പോകുന്നു, താണു പോകുന്നു. നിലവാരമുണ്ട്. ഒരു പന്തൽ കെട്ടി ആ പന്തലിനകത്ത് നിർത്തിയിരിക്കുക ഈ കൊമ്പുകളെ. ആ പന്തൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡാ, ഒരു നിലവാരമാ, ഒരു മെഷർമെന്റാ. അതിന് താണു പോകാൻ പാടില്ല. താണു പോയാൽ നാം അറിയാതെ തന്നെ താഴെ ചെന്ന് മുട്ടി താഴെ നമുക്ക് വേരുണ്ടാകും. രണ്ടു പേരും കൂടെ പറ്റത്തില്ല. ലോകം വേണം, കർത്താവും വേണം. ഞായറാഴ്ച ഉച്ചവരെ കർത്താവ്, അല്ലേ? ഞായറാഴ്ച ഉച്ചവരെ കർത്താവ്, അത് കഴിഞ്ഞാൽ ലോകം. ഈ ജീവിതം യാതൊരു പ്രയോജനവും ചെയ്യത്തില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ, ഈ കഠിനമായ വാക്കാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. അധികം സമയമൊന്നുമില്ല. നമ്മുടെ ഈ മന്ദിഭവിച്ച അവസ്ഥയ്ക്കൊക്കെ മാറ്റം ഉണ്ടാകണം, വ്യത്യാസം ഉണ്ടാകണം. നമുക്ക് ഇവിടെ എന്താ കുറവ്? ഈ വള്ളിയിൽ എന്താ കുറവ്? അവൻ്റെ പക്കില്ലാത്ത എന്താ? സമ്പത്ത് വേണോ? അവൻ തരും. ആരോഗ്യം വേണോ? അവൻ തരും. സമാധാനം വേണോ? കർത്താവ് തരും. ആത്മീയ നന്മ വേണോ? കർത്താവ് തരും. എന്താ വേണ്ടിയത്? പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രതികൂലം ഉണ്ടാകുമ്പോൾ തന്നെയായി പോയെന്നോ ഒറ്റപ്പെടുത്തിയെന്നൊക്കെ ചിന്തിച്ചാലും കർത്താവ് ഒറ്റപ്പെടുത്തുമോ? ഇല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും. പിന്നെന്താ വേണ്ടി? നമുക്ക് എന്ത് കുറവുണ്ടായിട്ടാ അങ്ങോട്ട് പോന്നേ? അങ്ങനെ പോയാൽ സംഭവിക്കുന്ന കാര്യം, അവിടുന്ന് ഈ വേര് താഴേക്ക് ഇറങ്ങുമ്പം ആ ഭൂമിയുടെ ചില പോഷണം കൂടെ വലിച്ചെടുക്കും ഈ കൊമ്പ്. അപ്പം ക്രമേണ ഈ കൊമ്പിൽ എന്തുണ്ടാകും? മുന്തിരിക്കൊല ഉണ്ടാകും. ആ മുന്തിരിയുടെ പേരാണ് കാട്ടുമുന്തിരി. കൊണ്ട് വെച്ചത് ഏത് മുന്തിരിയായിരുന്നു? നല്ല മുന്തിരി. പോഷണം കൊടുത്ത ആരായിരുന്നു? കർത്താവ്. ഇപ്പൊ മനസ്സിലായല്ലോ. ഒരിക്കൽ വേരിറങ്ങിയാൽ ഫലമുണ്ടാവും. അത് രസകരമായ കാര്യമാണ്.
അവിടെ ആസ്വാദികരമായ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഫലം ദൈവത്തിന് പ്രസാദമല്ല. ഇനി വായിക്കാം 2-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 2, ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 2. എന്നിൽ കായ്ക്കാത്തത്, കായ്ച്ചില്ലയോ? കായ്ച്ചല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താ? ഈ ലോകത്തിലേക്ക് വേരൂന്നിയാലും എന്തുണ്ടാവും? ഫലമുണ്ടാവും. ഫലം ഉണ്ടാകും. ഏത് ഫലമാ? കാട്ടുമുന്തിരി. അപ്പൊ കർത്താവിന്റെ ദൃഷ്ടിയിൽ അതെന്തല്ല? ഫലമല്ല. എന്നിൽ കായ്ക്കാത്തത്. കാഴ്ച എവിടെയാ? കാഴ്ച എവിടെയാ? ഇപ്പുറത്താ. ലോകത്തിന്റെ താഴേക്ക് വേരൂന്നി അവിടുന്ന് കാഴ്ചത്. എന്നിലല്ല. ഞാനിവിടെ നിൽക്കുക, ഞാനിവിടെ വള്ളിയാൻ നിൽക്കുക, ഞാൻ സഹായിക്കാൻ നിൽക്കുക, ഞാൻ എപ്പോഴും റെഡിയാ, ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ സമയത്ത് ഈ ശബ്ദം ഇവിടെ കേൾപ്പിക്കുന്നത്, ഈ പ്രസംഗം ഇവിടെ കേൾപ്പിക്കുന്നത് കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നല്ലോ? ഈ സഹായിക്കുന്നത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. മീറ്റിംഗ് കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞാൽ ഉടനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ഓടിപ്പോകാൻ വരട്ടെ. ഇന്നെങ്കിലും ഒന്ന് റെഡിയാകെ, ഇന്നെങ്കിലും തീരുമാനം എടുക്കുക. ഇല്ല, ഞാൻ ഇനി ഞങ്ങളുടെ കാര്യം ചെയ്യത്തില്ല, ഞാൻ കർത്താവിൽ ബലപ്പെട്ട് ജീവിച്ചോളാം. പ്രിയമുള്ളവർ, നമ്മൾ എത്ര ഫലം പുറപ്പെടുവിച്ചാലും ദൈവം ആഗ്രഹിക്കുന്ന ഫലം അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് എന്നിൽ കായ്ക്കാത്ത, മനസ്സിലായോ? അംഗീകരിക്കത്തില്ല. കർത്താവ് അംഗീകരിക്കത്തില്ല. കാട്ടുമുന്തിരി 10 കൊല ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും കർത്താവ് പറയുന്നത് എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ കാലങ്ങളിലെ പ്രാർത്ഥനയും കൊടുക്ക വാങ്ങലും പ്രസംഗവും അധ്വാനവും എല്ലാ കാര്യവും എന്തൊക്കെ ആയിക്കോട്ടെ, ആത്മീയ കാര്യങ്ങൾ കർത്താവ് എന്തുമാത്രം അംഗീകരിച്ചു? കർത്താവ് എത്രമാത്രം അംഗീകരിച്ചു? ഇത് ചെറിയ കാര്യമൊന്നുമല്ല. കർത്താവ് പറഞ്ഞു, ഞാനെല്ലാം ചെയ്തു, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഞാൻ കാത്തിരിക്കുക. കായ്ച്ചതോ കാട്ടുമുന്തിരി. ഇനിയും അങ്ങനെ കാട്ടുമുന്തിരി കായ്ച്ചാൽ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന് പ്രയോജനമില്ലാത്ത നിലയിലാണ് ഫലം പുറപ്പെടുവിക്കുന്നതെങ്കിൽ ദൈവം എന്ത് വിചാരിക്കും? പോട്ടെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അങ്ങനെ വിചാരിക്കുമോ? ജീവൻ തന്ന എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി, നമ്മൾ കേട്ട ആരാധനയ്ക്ക് ജീവൻ തന്ന് വിലയ്ക്ക് വാങ്ങിയ നമ്മളെ, അതുകൊണ്ട് താൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നാം ജീവിച്ചില്ലെങ്കിൽ, താൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നാം ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ പോകട്ടെ, സാരമില്ലെന്ന് കർത്താവ് വിചാരിക്കത്തില്ല. അടുത്ത പണിയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. എന്താണെന്നറിയാമോ? എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും, അതിന് മുമ്പ് ഞാൻ പറഞ്ഞ വാക്യം അതാ, ഒറിജിനൽ ഭാഷയിൽ പറഞ്ഞാൽ പൊക്കിക്കെട്ടും. എൻ്റെ അർത്ഥം എന്തുവാ? ഒരു പിടി പിടിക്കും, വേരുൾപ്പെടെ ഇങ്ങനെ പറഞ്ഞു പോരും, എന്നിട്ട് ആ പന്തലിനവിടെ കൊണ്ടുവച്ച് കെട്ടിവെക്കും. അപ്പൊ ഇവിടുത്തെ കഴിഞ്ഞോ? വേര് പറഞ്ഞു പോയി. പിന്നെ ആ വേരോ? അതുകൊണ്ട് ഇപ്പോഴും അവൻ റെഡിയാ തരാനായിട്ട്, അവൻ അവിടുന്ന് തന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പൊക്കിക്കെട്ട് ഇച്ചിരി കടുപ്പമാണ്. പൊക്കിക്കെട്ടിയാൽ ആ സമയം മുതൽ ആ കമ്പും അതിലിലയും വാടാൻ തുടങ്ങും. എത്ര ദിവസത്തേക്കാ? കുറേ നാളെടുക്കും. നഷ്ടപ്പെടുത്തരുത് സമയം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ യോഗ്യമായി ജീവിച്ചില്ലെങ്കിൽ, ഫലപ്രദമായി ജീവിച്ചില്ലെങ്കിൽ പോകട്ടെ, സാരമൊന്നും വിചാരിക്കത്തില്ല. പൊക്കിക്കെട്ടും. അവന് പൊക്കിക്കെട്ടിയേ പറ്റൂ. കാരണം ജീവൻ തന്നു വിലയ്ക്ക് വാങ്ങിയതാ. അവൻ പൊക്കിക്കെട്ടിയാൽ വേദന അനുഭവിക്കും. വേര് പറയുന്നത് കൊച്ചു കാര്യമൊന്നുമല്ല. വേര് പറയുന്നത് കമ്പിനോട് ചോദിച്ചാൽ കമ്പ് പറയും എന്തുമാത്രം വേദന അനുഭവിച്ചെന്ന് കമ്പ് പറയും. ആ കമ്പിലെ സകല ഇലകളും അപ്പം മുതൽ വാടാൻ തുടങ്ങും. 2 ദിവസം കഴിയുമ്പം വാടി ഉണങ്ങാൻ തുടങ്ങും. പിന്നെ ഇവിടുന്ന് ആദ്യം മുതൽ, ഇടയ്ക്ക് പോയതല്ലേ, ആദ്യം മുതൽ ഭക്ഷണം പ്രാപിച്ച് വന്നിട്ട് ആ കമ്പെന്തായി തീരും? പിന്നെയും പൊട്ടിക്കിളിക്കാൻ തുടങ്ങും. ധാരാളം ഫലമുണ്ടാകും. സമയമെടുക്കും. അത്ര സമയം നമുക്ക് നഷ്ടപ്പെട്ടു. എത്ര നാള് താഴേക്ക് ഇറങ്ങിച്ചെന്ന് വേരിറങ്ങിയോ അത്ര നാള് കർത്താവിൻ്റെ ലിസ്റ്റിലില്ല. എന്നിൽ കായ്ക്കാത്ത കൊമ്പ ലിസ്റ്റിലില്ല. മടക്കി കൊണ്ടുവന്ന് മേളിൽ കൊണ്ട് കെട്ടി അവിടെ നിന്നെല്ലാം പോയി വാടി തളർന്നെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്ന് ഫലം കായ്ക്കാൻ തുടങ്ങിയ നാൾ വരെയുള്ള സമയവും ലിസ്റ്റിലില്ല, കണക്കിലില്ലെന്ന്. മനസ്സിലായോ? ക്രിസ്ത്യ ജീവിതത്തിൽ ലളിതമായിട്ട് കാണരുത്. ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് ഒരു പാട്ട് പാടി അപ്പം നിന്ന് വീഞ്ഞും കുടിച്ച് സ്വത്രാഴ്ച ഇട്ടിട്ട് പോയാൽ തീരുന്നതല്ല ക്രിസ്ത്യ ജീവിതം. അങ്ങനെ ആരും ചിന്തിക്കരുത്. കർത്താവുമായിട്ടുള്ള ബന്ധം
ആ ബന്ധത്തിന് ഒരിക്കലും ഭംഗം വരാൻ പാടില്ല. അതിനെ വിട്ടുപോകാൻ പാടില്ല. വേറൊരു ബന്ധം കൂടെ ചേർക്കാൻ പാടില്ല. രണ്ട് ബന്ധം പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടത്തുമില്ല, തള്ളിക്കളയത്തുമില്ല, വേണ്ടെന്ന് വെക്കത്തുമില്ല. അവൻ നമ്മെ നേരെ കൊണ്ടിരുന്നത് ബുദ്ധിമുട്ടായിത്തീരും, നമുക്ക് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സമയം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ കർത്താവിന് വേണ്ടി വീറോടെ, വിശ്വസ്തയോടെ, പ്രയോജനമായി, ഫലവത്തായി ജീവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ അതിനെ പൊക്കിക്കെട്ടും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പൊക്കിക്കെട്ടിയാൽ ഫലമുണ്ടാകും. കർത്താവിനത് സന്തോഷമായി തീരും. ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായൊരു വാക്ക് വായിക്കാൻ പോകുന്നത്. അടുത്ത വാക്ക് വായിച്ചേ, മൂന്നാം വാക്യം. എന്താ മൂന്നാം വാക്യം? ഇതുമായിട്ട് എന്താ ബന്ധം? ഇതുവരെ പറഞ്ഞ മുൻപുള്ള 2 വാക്യങ്ങളും താഴോട്ടുള്ള വാക്യങ്ങളും വായിച്ചാൽ ഈ വാക്യമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം ശുദ്ധിയുണ്ട്. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് നിങ്ങൾ ആരായിരുന്നു? വിശ്വാസിയോടെ പറയുന്നേ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങളെ കൊമ്പുകൾ. ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. രണ്ടാം വാക്യം എന്തുവാ? എന്നിൽ കായ്ക്കാത്തതിനെ പൊക്കിക്കെട്ടി. അപ്പോൾ വേദനയുണ്ടായി, ദുഃഖമുണ്ടായി, നിലവിളി ഉണ്ടായി, പിന്നീട് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ പറയുന്നത് വചനമാണ് നിങ്ങളെ ശുദ്ധീകരിച്ചത്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ച വചന മുഖാന്തരം ശുദ്ധീകരണമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും വിശ്വാസത്തോട് ഞാൻ ചോദിക്കുക, ഞാനിപ്പോൾ സംസാരിച്ചത് ഞാനല്ല സംസാരിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ആത്മാവ് ചില കാര്യം സംസാരിച്ചു. കർത്താവോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ നീ ലോകത്തോട് ബന്ധപ്പെട്ട് പോകരുത്. ആവശ്യമില്ലാത്ത സംസാരം, ആവശ്യമില്ലാത്ത പ്രവൃത്തി, ആവശ്യമില്ലാത്ത മനോഭാവം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെട്ടാൽ നീ ഫലമില്ലാത്തവനായി തീരും. നിന്നെ അവൻ പൊക്കിക്കെട്ടി കൊണ്ടുവരും, വേദനിപ്പിച്ച് അതിനും കൊണ്ടുവന്ന് ഫലം പുറപ്പെടുവിക്കും. ഈ കാര്യം ജീവിതത്തിൽ കുറവെന്ന് ബോധ്യപ്പെട്ട ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിച്ചെങ്കിൽ മൂന്നാം വാക്യം നിങ്ങൾക്ക് അന്വർത്ഥമായി. എന്തുവാ? ഇപ്പോൾ കേട്ട വചന മുഖാന്തരം ശുദ്ധീകരണം ഉണ്ടായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? രക്ഷയും വചനത്താലാണ്, ശുദ്ധീകരണവും വചനത്താലാണ്. വചനം കേൾക്കുന്നത്, പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ബൈബിൾ വായിക്കുന്നത് നമ്മുടെ അനുദിന ശുദ്ധീകരണത്തിനാണ്. അതുകൊണ്ട് 2-ാമത്തെ വാക്യത്തിനും 4-ാമത്തെ വാക്യത്തിനും ഇടയ്ക്ക് കൊണ്ട് ആ വാക്ക് കർത്താവ് പറഞ്ഞത് ഇപ്പോൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. അപ്പൊ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ തന്നെ, ആ വള്ളിയിലിരിക്കുമ്പോൾ തന്നെ ലോകത്തോളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് അശുദ്ധിയാണെന്നർത്ഥം. ഇങ്ങേറ്റത്ത് അശുദ്ധി, അങ്ങേറ്റത്ത് വിശുദ്ധി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ വിശുദ്ധി, പാട്ട്, പ്രാർത്ഥന, സന്തോഷം, കൂട്ടായ്മ, സ്വത്രകാഴ്ച, ഇവിടെ വിശുദ്ധി, അവിടെ അശുദ്ധി. രണ്ടും കൂടെ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് നേരെയാക്കും. എന്നിട്ട് പറയും, നിന്നെ ഞാനിപ്പോൾ വിശുദ്ധീകരിച്ചു. നമുക്കറിയാമല്ലോ ഈ വിശുദ്ധി എന്നൊക്കെ പറയുമ്പം ഇത് രക്ഷിക്കപ്പെട്ട കാര്യമല്ല പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട ശേഷം ജീവിതത്തിലുണ്ടായ അശുദ്ധിയെ ശുദ്ധീകരിച്ച കാര്യമാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ നേഴ്സുമാരായിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, നമുക്കും അറിയാം അതിനെക്കുറിച്ച്. ഒരു മുറിവ് കയ്യിലോ കാലിലോ ഉണ്ടായാൽ ആ മുറിവ് ഒന്ന് വ്രണമായെന്ന് വിചാരിക്കുക. ആ വ്രണമായ ആ മുറിവിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ അവരെന്ത് ചെയ്യും? ഒരു പഞ്ചി എടുത്ത് സ്പിരിറ്റൊക്കെ എടുത്ത് നമുക്ക് നോവാത്ത പോലെ പതുക്കെ ഇങ്ങനെ തൂത്ത് മിനുക്കി മരുന്ന് വെച്ച് കെട്ടി വിടുമോ? ഇല്ല. അങ്ങനെ കെട്ടിവിട്ടാൽ 2 ആഴ്ച കഴിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അവരെന്ത് ചെയ്യും? നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് ക്ലീൻ ചെയ്യും, ആഴുക്കെല്ലാം പോകാനായിട്ട്. അത് വേദനയാണ്. വേദന എടുക്കുന്നത് കൊണ്ട് 3-ാം ദിവസം വീണ്ടും ചെല്ലുമ്പം പറയും, കരിഞ്ഞു തുടങ്ങി. മനസ്സിലായോ? ശുദ്ധീകരണം തുടങ്ങിയെന്ന്. വേദനയില്ലാതെ ശുദ്ധീകരണമില്ല. കർത്താവിന് പതുക്കെ ഇങ്ങനെ നമ്മളെ സോപ്പിട്ട് പറയുന്ന പരിപാടി ഇല്ല. പൊക്കി കെട്ടി വേദനിപ്പിച്ച് തരും, ശുദ്ധീകരിച്ച് കൊണ്ടുവരും, എന്നിട്ട് നമ്മളെ പ്രയോജനമുള്ളവരാക്കി തീർക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി എത്രമാത്രം നമ്മളെ പ്രയോജനപ്പെടുത്തും, നമ്മളെ എവിടെ വരെ കൊണ്ടുവരും? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പന്തൽ കെട്ടി ആ പന്തൽ നിർത്തിയിരിക്കുവാണ് ഈ കൊമ്പുകൾ. ആ കൊമ്പിൻ്റെ അവിടെയാണ് മുന്തിരിക്കൊല ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നത്. അതിന് ഒരു നിലവാരമുണ്ട്, ഒരു സ്റ്റാൻഡേർഡുണ്ട്. താണുപോയാൽ പൊക്കിക്കൊണ്ടുവരും. താണുപോകരുത്.
ഇനി ഒരു വാക്യം വായിച്ച് എബ്രായ ലേഖനം 12 അധ്യായം, എബ്രൂസ് ചാപ്റ്റർ 12. എവിടെ വരെയുള്ള ശുദ്ധീകരണമാണ്? എത്ര നിലയില്ല? എബ്രായ ലേഖനം 12 അധ്യായം 11 വാക്യം. ആ, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. അത്ര. മനസ്സിലായോ? ആദ്യം നമ്മൾ വിചാരിക്കും, എടാ ഞാൻ ഇത്രയൊക്കെ ചെയ്തുള്ളൂ, കർത്താവിന് ഇത്രമാത്രം വേദനിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, ദുഃഖമായിട്ട് തോന്നും. പിന്നെ മനസ്സിലാകുന്നത് നീതി എന്ന സമാധാന നീതി എന്ന ഫലവും ഉണ്ടായി, സമാധാനം എന്ന ഫലവും ഉണ്ടായി. ഇവിടെ ആയിരുന്നപ്പോൾ വല്ലതും ഉണ്ടായിരുന്നോ? ഭൂമിയിലേക്ക് ഇറങ്ങി ചെന്നപ്പം ഉണ്ടായ ഫലത്തെ ഫലമായിട്ട് കർത്താവ് അംഗീകരിച്ചില്ല. ഇപ്പോഴെന്തായി? അവൻ നമ്മെ ശുദ്ധീകരിച്ചപ്പോൾ, വേദനിപ്പിച്ചപ്പോൾ നീതി എന്ന ഫലം ഉണ്ടായി, സമാധാനം എന്ന ഫലവും ഉണ്ടായി. ബാക്കി എന്തുവാ? നാം അവന്റെ ശുദ്ധി പ്രാപിക്കേണ്ടതിന്. ആ വാക്യം എവിടെയാ? നോക്കിക്കേ, 12 അധ്യായം. മനസ്സിലായോ? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി ചെന്ന് വേരിറക്കിയാൽ അശുദ്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മെ അവന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവൻ നമ്മെ ശുദ്ധീകരിക്കുക. വെറുതെ അല്ല, നിശ്ചയമായിട്ടും അത് നന്മയ്ക്ക് വേണ്ടിയാ അവരത് ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടു പോകുന്നതിന് മുമ്പ് ഒരു വാക്കൂടെ പറയട്ടെ. ഇങ്ങനൊരു അവസരം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. എങ്ങനെ? കർത്താവിൽ ചേർന്നിരിക്കുമ്പോൾ തന്നെ, നന്മ അനുഭവിക്കുമ്പോൾ തന്നെ, ആത്മീയ കാര്യങ്ങൾക്ക് സംബന്ധിക്കുമ്പോൾ തന്നെ, ലോകത്തിൻ്റെ കാര്യങ്ങൾ കൂടെ, രണ്ടും കൂടെ അതിനെ ഇടപെട്ട് അവിടുത്തെ ഫലം ഇവിടുത്തെ ഫലം, ഈ ഫലം കർത്താവിന് വേണ്ട, കർത്താവ് ആഗ്രഹിക്കുന്നേയില്ല, കർത്താവ് അത് ഫലമായിട്ട് അംഗീകരിക്കത്തില്ല. അങ്ങനെ വന്നാൽ വേദന ഉണ്ടാകും. അപ്പം ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുക. നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, സ്ഥിരമായിട്ട് കർത്താവിൽ തന്നെ വേരൂന്നി അവനോട് ചേർന്ന് നിൽക്കണം. വായിച്ചു കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർ 2 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ പൗലോസ് ആ കാര്യം പറയുന്നു. നമ്മൾ എത്രമാത്രം ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഓർപ്പിക്കുകയാണ്. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 7, 2:7. ഇവിടെ വായിക്കുന്നത് അവനിൽ വേരൂന്നണം. ആരില്ല? ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ, അവനിൽ വേരൂന്നിയാൽ, അവനോട് ബന്ധപ്പെട്ട് നിന്നാൽ, അവന്റെ കുമ്പനോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഒന്നിൻ്റെയും കുറവ് വരത്തില്ല. എന്ത് വേണോ അവനിലുണ്ട്. അവനിൽ വേരൂന്നിയാൽ ആത്മീയ വർധന പ്രാപിക്കുക. ബിൽഡപ്പ് എന്ന ഇംഗ്ലീഷിൽ ബിൽഡപ്പ്. താഴേക്ക് വേരൂന്നിയാൽ ബിൽഡപ്പ്, മുകളിലേക്ക് ആത്മീയവർദ്ധന പ്രാപിക്കാം. മനസ്സിലായോ? താഴേക്ക് വേരൂന്നിയാൽ മുകളിലേക്ക് ആത്മീയവർദ്ധന പ്രാപിക്കാം. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അവൻ വേരൂന്നി പ്രാപിച്ചും വിശ്വാസത്താൽ ഉറച്ച്. മനസ്സിലായോ? സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. ആ വേര് എത്രമാത്രം അവിടെ താഴുന്നോ അതനുസരിച്ച് ഉറച്ചു നിൽക്കാൻ സാധിക്കും. പിന്നെന്തോ ഒരു വാക്കോടുണ്ട്, കവിഞ്ഞു വരണം. മനസ്സിലായോ? താഴേക്ക് വേരൂന്നുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് മുകളിലേക്ക് വളർന്നു വരുന്നു, ബലപ്പെട്ട് നിൽക്കുന്നു, കവിഞ്ഞു വരുന്നു, ഓവർഫ്ലോ ആകുന്നു. കവിഞ്ഞു വരുന്നത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടാനാ. 1 2 മുന്തിരിക്കുലയല്ല, പിന്നെ ധാരാളം മുന്തിരിക്കുല ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ 1 2 കാര്യമല്ല, ധാരാളം നന്മ നാം മുഖാന്തരം മറ്റുള്ളവരെ അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. അപ്പൊ ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിൽക്കണം. ക്രിസ്തു വേരൂന്നണം, അവനിൽ വേരൂന്നണം. ഈ അവനിൽ വേരൂന്നാനുള്ള ഗുണം എന്തുവാ? ഒരു വാക്ക് വായിച്ച് റോമാലേഖനം 11 അധ്യായം, റോമൻസ് ചാപ്റ്റർ 11 അതിൻ്റെ 18 വാക്യം വായിച്ച്. 18 വാക്യം, റോമാലേഖനം 11 അധ്യായം. 16 വാക്യം വായിച്ച്. 16 വാക്യം കൂടെ, 16 വാക്യം. അതെ, റോമൻസ് 11:16 വായിച്ചത്, വേര് വിശുദ്ധമാണെങ്കിൽ കൊമ്പുകളും, വേര് വിശുദ്ധമാണെങ്കിൽ കൊമ്പ് വിശുദ്ധമാണ്, കൊമ്പ് വിശുദ്ധമാണെങ്കിൽ ഫലങ്ങളും വിശുദ്ധമാണ്. അപ്പൊ വേര്, കൊമ്പ്, ഫലം. ക്രിസ്തു, ജ്ഞാന, ഫലം. വേര് വിശുദ്ധമാണെങ്കിൽ
ഞാനും വിശുദ്ധമായി ജീവിച്ച് എൻ്റെ ഫലവും വിശുദ്ധമായിരിക്കും. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊരു പ്രസംഗമായിട്ടൊക്കെ പോകത്തില്ല, ഒരു ക്ലാസ് പോലെ ഞാൻ പറയാൻ പോവുക. ക്രിസ്തുവിൽ വേരൂന്നിയാൽ വേരെന്തായിരിക്കുന്നുവോ അത് തന്നെയായിരിക്കും കൊമ്പും, കൊമ്പ് എന്തായിരിക്കുന്നുവോ അത് തന്നെയായിരിക്കും ഫലവും. മനസ്സിലായോ? അപ്പോൾ വേര് വിശുദ്ധമായതുകൊണ്ട് കൊമ്പും ഫലവും വിശുദ്ധം. ഇനിയും ഈ വേര് ആരാ? ക്രിസ്തുവാ. ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വാക്യങ്ങൾ വായിക്കാം. ഒന്ന് രണ്ട് കാര്യം വായിക്കാതെ പറഞ്ഞു പോകാം. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ താനാരാ? വിശുദ്ധൻ. വേര് വിശുദ്ധം, ഞാൻ അവനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാനും ആരാ? എൻ്റെ ഫലം എന്തുവാ? വിശുദ്ധം. അപ്പൊ എൻ്റെ ഫലം വിശുദ്ധമാകണമെങ്കിൽ വേറെ യാതൊരു മാർഗവുമില്ല. കർത്താവായിട്ടുള്ള സ്ഥിരമായ ബന്ധം എനിക്ക് വേണം. ആ സ്ഥിരത വേണം. പ്രാർത്ഥിക്കാനും വായിക്കാനും വചനം ധ്യാനിക്കാനും അതുപോലെ ജീവിപ്പാനും കർത്താവായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്ഥിരത ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ വിശുദ്ധനാകിയാൽ ഞാനും അവിശുദ്ധി സൂക്ഷിക്കുകയും എൻ്റെ ഫലവും വിശുദ്ധമായിരിക്കും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി കർത്താവ് പറഞ്ഞു, ഒന്നുകൊണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വായിച്ചു വെച്ചാൽ മതി. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. കർത്താവ് സത്യമാണല്ലോ. വേര് സത്യമാണോ? ആണോ? അപ്പോൾ വേരിനോട് ഞാൻ ചേർന്നിരിക്കുമ്പോൾ ഞാനപ്പോൾ ആരാ? എൻ്റെ ഫലമോ? വിശ്വാസത്തിൽ കള്ളം പറയുമോ? പറയുന്നെങ്കിൽ കാരണം എന്നാ? വിശ്വാസി കള്ളം പറയുന്നെങ്കിൽ, ചില വിശ്വാസികൾ കള്ളം പറയുന്നതിനകത്ത് യാതൊരു മടിയുമില്ല, തമാശ വരെ പറയുന്നതെന്ന് പോട്ടെന്ന് വിചാരിക്കാം. വിശ്വാസി മനഃപൂർവ്വമായിട്ട് ഒരു മടിയുമില്ലാതെ കള്ളം പറയുന്നവരാണെങ്കിൽ അവരുടെ വേരെവിടെയാ? ക്രിസ്തു സത്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും. ക്രിസ്തു സത്യമാണ്. സത്യത്തിൽ വേരൂന്നിയാൽ കൊമ്പും സത്യമായിരിക്കും, ഫലവും സത്യമായിരിക്കും. അപ്പൊ ഞാൻ കള്ളം പറയുന്നെങ്കിൽ അർത്ഥം എന്തുവാ? ഞാൻ കർത്താവിനോട് വേണ്ടവണ്ണം ബന്ധപ്പെട്ട് പോകുന്നില്ലെന്നല്ലേ? ഇത് ബൈബിളിലെ വാക്ക് പറയുന്നേ. ക്രിസ്തുവിൽ വേരൂന്നെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേരൂന്നണം. സൗകര്യപ്രദമായ നിലയിൽ വേര് മാറ്റി മാറ്റി ഇടാൻ പാടില്ല. ഒന്ന് അനുഭവിച്ചതാ, വേര് മാറി ഒന്ന് അനുഭവിച്ചതാ, പൊക്കി കെട്ടിയതാ. നമ്മൾ ചിന്തിച്ച കാര്യം അത് വേണ്ട. ഇനി വേറൊന്ന് പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. അപ്പോൾ അവനിൽ നമ്മൾ വേരൂന്നിയാൽ നമ്മൾ ആരാ? വെളിച്ചം. നമ്മുടെ ഫലമോ? അങ്ങനെയുണ്ട്. ഇരുളിൻ്റെ പ്രവൃത്തിയാണോ? ഒരാളോട് ഞാൻ ബോസവരോട് ഒരു കാര്യം സംസാരിച്ചു വിചാരിക്കും. ഒരു കാര്യം സംസാരിച്ചത് റോയ് സഹോദരനെ കുറിച്ചാണ്. എന്തുമാകട്ടെ, ഞങ്ങൾ മൂന്നും കൂടെ കൂടിയിരുന്ന കാര്യം നിന്ന് സംസാരിക്കാൻ നോക്കിയാൽ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത് തന്നെ അദ്ദേഹത്തോട് പറയാൻ ധൈര്യമുണ്ടോ എനിക്ക്? അതാ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി. ഒരാളോട് മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സത്യമായിരിക്കണം, വെളിച്ചമായിരിക്കണം. അത്യാവശ്യം വന്നാൽ മൂന്നുപേരും കൂടി കൂട്ടി ചോദിക്കേണ്ടി വന്നാൽ ധൈര്യമായിട്ട് പറയണം, ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് എന്ന് പറയണം. അതാണ് വെളിച്ചം. മനസ്സിലായോ? കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. ഞാൻ അവനിൽ വേരൂന്നിയാൽ എന്നിൽ വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയെ വരും, ഫലമേ വരത്തുള്ളൂ. കർത്താവ് പറഞ്ഞതാ, ഞാനെല്ലാം ചെയ്തു. വേലി കെട്ടി മുള്ളു പറക്കിക്കളഞ്ഞു, കല്ല് പറക്കിക്കളഞ്ഞു, വളമിട്ടു, ചക്ക് കാട്ടി, എല്ലാം ഞാൻ നോക്കിയിരിക്കുക. ഉണ്ടായതെന്തുവാ? കാട്ടുമുന്തിരി. കർത്താവിൻ്റെ കുഴപ്പമല്ല. ഇന്നും കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒത്തിരി കാര്യം നമ്മൾ ചിന്തിച്ചു. സത്യമാണ്, വെളിച്ചമാണ് എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ ഒരു വാക്ക് നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. 1 John chapter 4 verse 8. അവിടെ ദൈവം ആരാണ്, കർത്താവ് ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അവസാന ഭാഗം വായിച്ചാലും മതി. 1 യോഹന്നാൻ 4:8 അവസാന ഭാഗം. ദൈവ സ്നേഹം തന്നെ. വേരെന്തുവാ? സ്നേഹം. അവൻ വേരൂന്നിയാൽ ഞാൻ ആരാ? എൻ്റെ ഫലം എന്തുവാ? സ്നേഹം എന്ന് പറഞ്ഞാൽ, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ചിരിച്ചു കാണിക്കുന്നതാണോ? അങ്ങനെയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. സഹോദരനെ സ്നേഹിക്കണമെന്ന്, ഭാര്യയെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പം ഇഷ്ടപ്പെട്ടാലും മതി എന്ന് പറഞ്ഞായിരുന്നോ? ഇഷ്ടപ്പെട്ടാലും മതി എന്ന് പറഞ്ഞോ? ഇല്ല.
ഇഷ്ടപ്പെടാനല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ആരുടെ ആട്ടെ, മക്കളുടെ അപ്പൻ്റെ ആരുടെ ആട്ടെ, എല്ലാ സ്വഭാവം ഇഷ്ടമാണോ? അതിനാ ഒരു മടി പറയാൻ. എല്ലാ സ്വഭാവവും ഇഷ്ടമാണോ? അല്ല. ആരുമില്ല അങ്ങനെ ലോകത്തിൽ അങ്ങനെ ആരുമില്ല. കാരണം നമ്മളെല്ലാം വ്യത്യസ്തരാ. എല്ലാ സ്വഭാവവും, എല്ലാ താല്പര്യവും, എല്ലാ അഭിപ്രായവും, എല്ലാ ചിന്താഗതിയും നമുക്ക് ഇഷ്ടമല്ല. എല്ലാത്തിനും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ കർത്താവ് പറഞ്ഞില്ല നീ നിന്റെ ഭാര്യയെ ഇഷ്ടപ്പെടണമെന്ന്, സഹോദരനെ ഇഷ്ടപ്പെടണം, അയൽക്കാരനെ ഇഷ്ടപ്പെടണം, സഹോദരിയെ സ്നേഹിക്കണമെന്നല്ലാതെ ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെടാൻ പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയിനി. മനസ്സിലായോ? എന്തായാലും വ്യത്യാസം ചോദിച്ചാൽ, സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വാക്കോട് ചേർത്ത് പറഞ്ഞു. എന്താ പറയുന്നറിയാമോ? ഞാൻ നിങ്ങളെ അവിടെയാണ് വിഷയം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. നമുക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ കണ്ണടച്ചോണം, ഉടനെ പ്രാർത്ഥിച്ചോണം. കർത്താവേ, അവിടുന്ന് പറഞ്ഞത് അവിടുന്ന് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കാനാണല്ലോ. ഇന്ന് നേരമെടുത്ത പിന്നെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് അങ്ങക്കെതിരായി ചിന്തിച്ചു, സംസാരിച്ചു, പ്രവർത്തിച്ചു, എൻ്റെ മനോഭാവത്തിൽ കൂടെ പോയി. എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നല്ലോ, ഞാൻ സ്നേഹിച്ചോളാം. പറഞ്ഞ മനസ്സിലായോ? ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഹൃദയത്തിൽ ഒരു ചിന്ത വന്നാൽ വിനയ്ക്ക് എങ്ങനെ സ്നേഹിക്കും ചിന്ത വന്നാൽ ഉടനെ കണ്ണടച്ചോണം, ഉടനെ പ്രാർത്ഥിച്ചോണം. കർത്താവേ, അങ്ങനെ ഇപ്പോൾ സ്നേഹിക്കുന്നല്ലോ, അതുകൊണ്ട് ഞാൻ സ്നേഹിച്ചോളാം. നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം അതാ, അതിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഇത് പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പറ്റുന്നില്ലെങ്കിൽ ഉടനെ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവിന് കൃപ തരും. അവൻ സ്നേഹമാ, ദൈവസ്നേഹമാ. ആ സ്നേഹത്തിൽ വേരൂന്നിയാൽ ആ വേരിൽ നിന്നുണ്ടാകുന്ന എല്ലാം, വേര് വിശുദ്ധമാണെങ്കിൽ ഫലവും വിശുദ്ധം, വേര് സ്നേഹമാണെങ്കിൽ ഫലവും സ്നേഹം. അപ്പൊ എനിക്ക് വേണ്ടവണ്ണം സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കർത്താവിൽ വേണ്ടവണ്ണം വേരൂന്നുന്നില്ല എന്നാ അതിൻ്റെ അർത്ഥം. ഒന്നുണ്ട് വാക്കോട് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാമത്തെ വാക്യം. 1 Corinthians chapter 1 verse 30. 1 കൊരിന്ത്യർ 1:30. അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങളോ അവനാൽ അവൻ നമുക്കെന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമാണ്, നീതിയാണ്, ശുദ്ധീകരണമാണ്, വീണ്ടെടുപ്പാണ്. 4 കാര്യം പറഞ്ഞു. അവൻ നമുക്ക് ജ്ഞാനമാണ്, നീതിയാണ്, ശുദ്ധീകരണമാണ്, വീണ്ടെടുപ്പാണ്. ഈ 4 കാര്യം തരുമെന്നല്ല പറഞ്ഞത്. ഹി ഹിംസെൽഫ് ഈസ് വിസ്ഡം, റൈച്ചസ് എന്നാ പറഞ്ഞതിൻ്റെ ആശയം. അവൻ നീതിയാ, ക്രിസ്തു നീതിയാ. ആ നീതിയിൽ വേരൂന്നിയാൽ ഫലം എന്തായിരിക്കും? നീതിയിൽ വേരൂന്നിയാൽ ഫലം എന്തായിരിക്കും? നീതി. ഇപ്പൊ നമ്മൾ അനീതി പ്രവർത്തിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഒത്തിരി പറഞ്ഞല്ലേ? ഒത്തിരി പറഞ്ഞു, എനിക്കറിയാം, ഒത്തിരി പറഞ്ഞു. ഫലം പുറപ്പെടുവിക്കാനുള്ള സകല വഴികളും ഒരുക്കുന്നത്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ആദ്യം അവസാനിപ്പിക്കാം. എഫേസ്യർ 2:14. നമ്മുടെ പഴയ അവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മുടെ കർത്താവ് ആരാ? കർത്താവ് സമാധാനമാണ്. അപ്പൊ സമാധാനം എന്ന കർത്താവിൽ വേരൂന്നിയാൽ ഫലം. ഇവിടെ ചിലർ പറഞ്ഞു കേൾക്കാം, എൻ്റെ സഹോദരൻ ഒന്നും പറയണ്ട, ഒരു സമാധാനവും. കാരണം എന്നാ? അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ പറയുന്നത് ഞാൻ സമാധാനമാണ്. സമാധാനം തരാമെന്നല്ല പറഞ്ഞത്, സമാധാനം തന്നിട്ടുണ്ട്. ഞാൻ തന്നെ സമാധാനമാണ്, എന്നിൽ വേരൂന്ന്. അതിൻ്റെ ഫലം എന്തായിരിക്കും? ഇപ്പം നമുക്ക് ഭവനത്തിലോ സഭയിലോ ജോലി സ്ഥലത്തോ യാത്രയിലോ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഞാൻ സമാധാനമാകുന്ന ക്രിസ്തുവിൽ വേരൂന്നിട്ട് ഒന്നുമില്ല, എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക. അവൻ നമ്മുടെ സമാധാനമാണ്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ ധാരാളം കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറയാനുണ്ട്. ക്രിസ്തു എന്തായിരിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ സമാധാനം. അപ്പൊ എത്രമാത്രം ബന്ധപ്പെട്ട് ജീവിക്കുന്നു. മടങ്ങി വരാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 15, അതിന്റെ 5-ാമത്തെ വാക്യം നോക്കിക്കുക. 5-ാമത്തെ വാക്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അതൊക്കെ അടിവരായിട്ട് സൂക്ഷിക്കേണ്ട വാക്യമാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക്
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവുമായിട്ട് ബന്ധത്തിന് സ്ഥിരതയില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, പ്രായോഗികമാക്കുക. ഈ കാര്യത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെ ആയിപ്പോയി. കാരണം എന്നാ? രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മളെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക, അവിടെ ചേർത്ത് വെച്ചിരിക്കുക. എന്നെ പിരിഞ്ഞ് ഈ വള്ളിയിൽ നിന്ന്, മുന്തിരിവള്ളിയ ക്രിസ്തുവിൽ നിന്ന് ഒരു കമ്പിനെ വെട്ടി മാറ്റിയാൽ 4 ദിവസം കൊണ്ട് ഉണങ്ങിപ്പോകും. വെട്ടി മാറ്റത്തില്ല. എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവായിട്ടുള്ള ബന്ധത്തിൽ മാത്രം നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഇനി പ്രകൃതിക്കൊരു നിയമമുണ്ട്. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 7, 16-18 വാക്യം. മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 16 and 18. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടാവുമോ? മുള്ളിൻ്റെ ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടാകുമോ? ഇല്ല. 18-ാം വാക്യം, വേഴ്സ് 18. പറ്റുമോ? നല്ല വൃക്ഷത്തിനാകാത്ത ഫലം പറ്റുമോ? ഇല്ല. ഞാൻ ഇനി തെളിച്ച് പറയാം. മാവ്, നമ്മുടെ വീടിന് പറ്റത്ത് മാവ് കാണും. മാവിൽ നമ്മൾ നല്ലപോലെ വളമൊക്കെ ഇട്ട് വൃത്തിയായി സൂക്ഷിക്കുന്നത് കൊണ്ട് അടുത്ത വർഷം ചക്ക ഉണ്ടാകുമോ? നമ്മുടെ ആഗ്രഹമാണ് ചക്ക ഉണ്ടാകുന്നത്. ആഗ്രഹം കൊണ്ട് ഉണ്ടാകുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? നേച്ചർ കനോട്ട് ചേഞ്ച്. പ്രകൃതിക്ക് പോലും ചേഞ്ച് ആകാനായിട്ട് പറ്റത്തില്ല. ദൈവം ഉണ്ടാക്കിയ തെങ്ങിൽ നിന്ന് മാങ്ങ ഉണ്ടാകത്തില്ല. ദൈവം ഉണ്ടാക്കിയ പ്ലാവിൽ നിന്ന് തേങ്ങ ഉണ്ടാകത്തില്ല. അത് പ്രകൃതിയിലെ പ്രതിഭാസമാണ്. അത് ദൈവം ഉണ്ടാക്കിയതാ, ദൈവത്തിന് സൃഷ്ടിയാ. അതിന് വിരുദ്ധമായിട്ട് പ്രകൃതിക്ക് പോലും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കോ പറ്റുന്നല്ലോ. നമുക്ക് പറ്റുന്നില്ലയോ? വഴക്കുണ്ടാക്കുന്നില്ലയോ? ആദ്യമായിട്ട് വളരുന്നുണ്ടോ? പ്രയോജനം ജീവിക്കുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? സഭയെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? സുവിശേഷ വേലയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? എന്തോ നമ്മൾ ചെയ്യുന്നേ? ആവശ്യമില്ലാത്ത കാര്യം വന്നാൽ ദേഷ്യപ്പെടത്തില്ലയോ? ദേഷ്യപ്പെടും. എനിക്കെതിരെ പറഞ്ഞാൽ പ്രതികാരം ചെയ്യത്തില്ലയോ? പ്രതികാരം ചെയ്യും. ഇതൊക്കെ എന്താ ഫലമായത്? ഏത് ഫലമായത്? അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. നമ്മിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിന് കോപമുണ്ടോ? പരിശുദ്ധാത്മാവിന് പ്രതികാരമുണ്ടോ? ഇതൊക്കെ നമുക്കില്ലേ? ചക്ക, പ്ലാവിന് മാങ്ങ വിളയിക്കാൻ കഴിയത്തില്ല. പ്ലാവ് പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് ചക്ക വിളയിക്കാനാണ്. നമ്മളെന്താ പറയുന്നേ? എന്നെ കൊണ്ട് പറ്റും. ദേഷ്യപ്പെടണോ? ദേഷ്യപ്പെടാം. വഴക്കുണ്ടാക്കണോ? ഞാൻ വഴക്കുണ്ടാക്കാം. ഞാൻ റെഡിയാ. എവിടെ തെറ്റുപറ്റി? പറ. എവിടെ തെറ്റുപറ്റി? എവിടെയാ? നമ്മുടെ സമർപ്പണ ജീവിതത്തിൽ തെറ്റുപറ്റി. ഇത് പോരാ. നമ്മൾ മെച്ചപ്പെടണം, നമ്മൾ വളരണം. കർത്താവിന് ഒതുങ്ങുന്ന ഫലം മാത്രമേ സാധിക്കാവൂ, അത് മാത്രമേ കൊടുക്കാവൂ. ഒരു വാക്കുകൾ വായിച്ച് അവസാനിപ്പിക്കാൻ പോവുക. യെരമ്യാവിൻ്റെ പ്രവചനം 13-ാം അധ്യായം, യെരമ്യ 13, അതിൻ്റെ 23-ാമത്തെ വാക്യം. അത് ദൈവം തന്നെ തൻ്റെ ജനത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. യെരമ്യ ചാപ്റ്റർ 13 വേഴ്സ് 23. കൂശന് തൻ്റെ ത്വക്കും പുള്ളിയും മാറ്റാൻ കഴിയും. എന്ത് കൂശൻ എന്ന് പറഞ്ഞാൽ? കൂശൻ എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ, ആഫ്രിക്കക്കാരെന്ന് പറയാം. ആഫ്രിക്കക്കാരന് തൻ്റെ ത്വക്ക് മാറ്റാൻ കഴിയുമോ? പറ്റുമോ? എന്തോ അവൻ്റെ ത്വക്കിൻ്റെ പ്രത്യേകത? അവൻ്റെ ത്വക്കിൽ പ്രത്യേക ഒരു നിറമാണ്. അത് മാറ്റാൻ പറ്റത്തില്ല. കാരണം എന്താ? ആഫ്രിക്കക്കാരന്, കൂശന് തൻ്റെ ത്വക്കിൻ്റെ നിറം മാറ്റാൻ കഴിയാത്ത കാരണം എന്താ? അവനെ അങ്ങനെ ദൈവം സൃഷ്ടിച്ചത്. പിന്നെ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളി മാറ്റാൻ പറ്റുമോ? അതിനെ കാര്യം ദൈവം അങ്ങനെ സൃഷ്ടിച്ചത്. അത് ക്രിയേഷനുള്ള, സൃഷ്ടിയിലുള്ളതാ. അടുത്ത വാക്യം തന്നെ ചോദിച്ചു. വാക്യം എന്തുവാ? എന്നാൽ ദോഷം ചെയ്യാൻ കഴിയുമല്ലോ. കഴിയുമോ? എന്താ കഴിയുന്നതിൻ്റെ കാര്യം എന്തുവാ? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നതിൻ്റെ കാര്യം എന്തുവാ? ദോഷം ചെയ്യാൻ
ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. എന്താ കഴിയുന്നൊരു കാര്യം? പുള്ളിപ്പുലിക്ക് അതിൻ്റെ കളർ മാറ്റാൻ പറ്റത്തില്ല, കൂശന് കളർ മാറ്റാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ പറ്റുമോ? എന്താ കാരണം? തന്നെ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? അത് ശീലിച്ചതാ. ഉണ്ടോ അവിടെ? അത് ശീലിച്ചതാ, ദൈവം തന്നതല്ല. മനസ്സിലായോ? നമുക്കിങ്ങനെ ആവശ്യമില്ലാത്ത ശീലങ്ങളുണ്ട്. ശീലം മാറ്റാൻ പറ്റും, ശീലം മാറ്റണം. കൂശന്റെ തൊക്ക ശീലമല്ല, അവന് കൊടുത്തിരിക്കുന്നതാ. പുള്ളിപ്പുലിയുടെ പുള്ളി ശീലമല്ല, അവന് പ്രകൃതിയിലെ ഉള്ളതാ, ജന്മനെ ഉള്ളതാ. എന്നാൽ എനിക്ക് നിങ്ങൾക്കും വീണ്ടും ജനിച്ചപ്പോഴുള്ള സ്വഭാവമാണ്. ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാണ് നമ്മൾ. അത് നമ്മുടെ ശീലമല്ല. അത് കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ചില ശീലങ്ങൾ. അത് വായിക്കുന്നു, ഇത് കാണുന്നു, അത് കേൾക്കുന്നു, അത് സംസാരിക്കുന്നു. ഇങ്ങനെ പല ശീലങ്ങളുണ്ട്. ശീലം മാറ്റാൻ പറ്റുമോ? ശീലം മാറ്റാൻ പറ്റുമോ? പറ്റും. കാരണം ആ ശീലം ഉണ്ടാക്കിയെടുത്ത ആരാ? നമ്മൾ തന്നെയാണ്. അവിടെ മാറ്റാൻ പറ്റും. നമുക്ക് മാറ്റി പ്രയോജനമായി ജീവിക്കാം. ആദ്യം വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ. യഹോവ പറയുന്നു, ഞാൻ ഇസ്രായേലിനെ ഒരു മുന്തിരി പോലെ നട്ടു. കല്ല് പറക്കി മാറ്റി, മുള്ളു പറക്കി മാറ്റി, നല്ല ഭംഗിയായ ആ സ്ഥലത്ത് അവനെ നട്ടു. വേലി കെട്ടി ശത്രു വന്ന് അതിനെ അപഹരിക്കാതിരിക്കാനായിട്ട്. മാത്രമല്ല, ദൂരെയും ശത്രുവിൽ നോക്കാനായിട്ട് ഒരു ഗോപുരം ഉണ്ടാക്കി വാച്ച്മാനെ നിർത്തി. അത് മാത്രമല്ല, അവിടെ മുന്തിരിക്കൊടി അറുത്തെടുത്ത് വൈൻ പ്രസ്സിലിട്ടിട്ട് മുന്തിരിച്ചക്കിലിട്ട് ആട്ടി വീഞ്ഞെടുക്കാൻ ആഗ്രഹത്തോടെ ഞാൻ ചക്കും നാട്ടി വെച്ചു. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുക ഫലമുണ്ടാകുന്നു. ഉണ്ടായത് കാട്ടുമുന്തിരി. എന്നെ നിങ്ങളെ കുറിച്ച് ഇനി മേലിൽ അങ്ങനെ പറയില്ല. നമുക്കെന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയെങ്കിൽ, നമ്മൾ ഭൂമിയിലേക്ക് ചാഞ്ഞു വന്ന് അവിടെ വേരിറങ്ങിയെങ്കിൽ കർത്താവ് പൊക്കി കെട്ടാൻ അനുവദിക്കുക. ആ വേദന സഹിക്കേണ്ടി വന്നാലും ഒരല്പം കൂടെ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നല്ല ഫലമുണ്ടാവും. സംശയമൊന്നുമില്ല. നമുക്ക് അതുകൊണ്ട് ആസ്വദിക്കാം. മുന്തിരിയെക്കുറിച്ച് ന്യായാധിപന്മാർ പുസ്തകത്തിൽ വായിക്കുന്നത്, ദൈവത്തെയും മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ രസം എന്ന മുന്തിരി പറയുന്നത്. ദൈവത്തിനും മനുഷ്യനും സന്തോഷമുണ്ടാകത്തക്ക നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഇന്നത്തെ ചിന്ത മുഖാന്തരമായിട്ട് തീരണം. ഒരു കാരണവശാലും കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിശ്വാസിക്കാണെങ്കിൽ അത് പ്രശ്നമല്ല. രക്ഷിക്കപ്പെടാത്ത ഒരാളിന് എന്തും ചെയ്യാം. അവന് നന്മയുണ്ടാകുമ്പോൾ അവൻ പറയും, എൻ്റെ കഴിവുകൊണ്ടാ, എൻ്റെ ആരോഗ്യം കൊണ്ടാ, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാ നന്മയുണ്ടാകുന്ന അവൻ പറയും. നമ്മളങ്ങനെയല്ല. കർത്താവ് പറയുന്നത്, രക്ഷിക്കപ്പെട്ടോ, ഇനിയുള്ളതെല്ലാം ഞാനും നീയും കൂടെയാ. നിനക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. എന്നോട് ചേർന്നിരുന്നാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം. വരും ദിവസങ്ങളിൽ ഈ കേട്ട വചനം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമായ ജീവിതത്തിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.